ദുഃഖപൂർണമായ അനുഭവങ്ങൾ. വളരെ ദുഃഖപൂർണമായ അനുഭവങ്ങൾ. ജൂലൈ 7 ഇന്നലെ വേൾഡ് ഫോർഗീവ്നെസ് ഡേ ആയിരുന്നു. ഫോർഗീവ് ചെയ്യുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾക്ക് മാപ്പ് കൊടുക്കുക, ആളുകൾക്ക് വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കുണ്ട്, അവരെന്നോട് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞാൽ. ആളുകൾ എന്നോട് ചെയ്ത ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളത് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല, മാപ്പ് കൊടുക്കില്ല എന്ന് നമ്മൾ പറയും. നമ്മളത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സാമ്പത്തിക പ്രയാസം ഉണ്ടാവാം, ശാരീരികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം, വ്യക്തിപരമായി അവഹേളിച്ചിട്ടുണ്ടാവാം, മോശമായി സംസാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ തുടങ്ങി വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികപരമായും സാമ്പത്തികമായും മാനസികമായും നമ്മളെ അനുഭവിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങൾ ഒരിക്കൽ പോലും വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാനോ നമ്മൾ തയ്യാറാവുന്നില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അങ്ങനെ വിട്ടുകൊടുക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദേഷ്യം വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദേഷ്യം വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്ന് പറഞ്ഞേ, നമ്മൾ ദേഷ്യം വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തെ ബാധിക്കും. അപ്പൊ എങ്ങനെ ബാധിക്കുന്നത് നമുക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ വളരെ ശരിയായ ഉത്തരമാണ്. ശരീരത്തെ വളരെ ഭീകരമായ രീതിയിൽ ബാധിക്കുമെന്നാണ്. വെറുപ്പ്, ദേഷ്യം എന്നത്, പകയുന്നത്, മാപ്പ് കൊടുക്കാതിരിക്കുക എന്നത് ശരീരത്തെ വളരെ ഭീകരമായി ബാധിക്കുമെന്നാണ് കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് തന്നെ അറിയാം, ഒരാൾ ദേഷ്യമാണ്, നമ്മുടെ ശരീരം അറിയാതെ ഹീറ്റായി വരും, അല്ലെ? ഒന്ന് ചൂടായി വരും. അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ദേഷ്യമുള്ള ഒരാളെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ, നമ്മളോട് മോശമായി പെരുമാറിയ ഒരാള് നമ്മുടെ മുമ്പിലേക്ക് വരണം. അപ്പോഴുള്ള ഫീലിംഗ് എന്തായിരിക്കും നിരീക്ഷിച്ചാൽ മതി. ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്താ സംഭവിക്കാറുള്ളത്? അത് നമുക്കെല്ലാം ദോഷം ചെയ്യുന്നത് നമ്മളെ ശരീരം. തീർച്ചയായിട്ടും നിങ്ങളുടെ നിരീക്ഷണം വളരെ കറക്റ്റാണ്, ശരിയാണ്. നമ്മൾ ഒരുപക്ഷെ വളരെ ഹാപ്പിയായി റിലാക്സ് ആയി നമ്മുടെ ബന്ധുവിന്റെ സുഹൃത്തിന്റെ നമ്മുടെ തന്നെ ഒരു പരിപാടി, ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കാൻ വെച്ചോ, ഇഷ്ടത്തോടെ പങ്കെടുക്കുകയാണ്, താല്പര്യത്തോടെ പങ്കെടുക്കുകയാണ്, വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ്, നമ്മുടെ ബന്ധുവിന്റെ തൊട്ടടുത്ത ആളുടെ ഒരു ഏതെങ്കിലും ഒരു ഫംഗ്ഷനാണ്. അപ്പോഴാണ് നമുക്ക് ഉള്ളിൽ എന്തോ കാര്യം കൊണ്ട് പകയുള്ള, ദേഷ്യമുള്ള ഒരാൾ ആ വഴിയിൽ ആ പരിപാടിയിൽ കടന്നു വരുന്നത്. എന്താ സംഭവിക്കാറുള്ളത്? നമ്മളെ ശരീരം അത് കൺട്രോൾ വിട്ടു പോകും. അതുവരെയുള്ള നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടും, നമ്മൾ അനുഭവിക്കാം. ഇപ്പൊ അതുവരെയുള്ള നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടും, നമ്മൾ അനുഭവിക്കും, നമ്മൾ തന്നെ അനുഭവിക്കും. അത്ര നേരം സന്തോഷത്തോടെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആകെ പിടുത്തം കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ആളുടെ സാന്നിധ്യം പോലും നമുക്ക് വല്ലാതെ അസ്വസ്ഥ ഉണ്ടാക്കുമെന്നാണ്. ആ ആളെ കുറിച്ചുള്ള വെറുപ്പ്, ദേഷ്യം നമ്മുടെ ഉള്ളിൽ, ഇനി ആൾ കാണുന്നില്ല, ആളുടെ ചിന്ത മനസ്സിലേക്ക് ആയിട്ട് വന്നാലും ഇതേ അവസ്ഥ ഉണ്ടാവും. ആ സംഭവം ഓർമ്മയിലേക്ക് വന്നാലും ഇതേ അവസ്ഥ ഉണ്ടാവും. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഇതിനെ കുറിച്ചുള്ള ഒരു വാക്ക് ഇതാണ്, വളരെ
കത്തിജ്വലിക്കുന്ന ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചാൽ എങ്ങനെയാണോ അതേപോലെയാണ് വെറുപ്പ് ഉള്ളിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. കത്തിജ്വലിക്കുന്ന ഒരു തീക്കട്ട, ചൂടുണ്ട്, കത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല തീയുള്ള കനലാണ്, നല്ല തീക്കട്ടയാണ്. ആ തീക്കട്ട ഒരാൾ കയ്യിൽ പിടിക്കുകയാണ്. എത്ര നേരം പിടിക്കാൻ പറ്റും? പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഭാഗം പൊള്ളും. തീർച്ചയായിട്ടും അത് ശരീരത്തിന് അപകടം ചെയ്യും, കൈക്ക് അപകടം ചെയ്യും, അല്ലെങ്കിൽ തീക്കട്ട എവിടെയാണോ അവിടെ അപകടം ചെയ്യും. എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ആ ഒരു പക, ആ ഒരു ദേഷ്യം നമ്മുടെ മനസ്സിൽ അത് ഏത് രീതിയിലാണോ നമ്മുടെ മനസ്സിലുള്ളത് ആ രീതിയിൽ നമ്മുടെ ശരീരത്തെ പോലത്തെ ബാധിച്ചു തുടങ്ങും. രോഗമായി മാറും നമുക്കത്, അസുഖമായി മാറും നമുക്ക്. പല വേദനകളും പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ഇത്തരം ദേഷ്യമോ വെറുപ്പോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിടാതെ കൊണ്ടുനടക്കുന്നുണ്ടാണ്. നമ്മളിങ്ങനെ വിടാതെ ഇത് കൊണ്ടുനടക്കുമ്പോൾ അത് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യും. ആ ഒരു ഭാഗത്തെ, അത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് നമുക്ക് വേദനയായി, അസുഖമായി, രോഗമായി നമുക്കത് പ്രതിഫലിച്ചു തുടങ്ങും മെല്ലെ മെല്ലെ. സത്യത്തില് നമ്മൾ നമ്മെ തന്നെ രോഗിയാക്കി മാറ്റുക ചെയ്യുന്നത്. നമ്മൾ നമ്മെ തന്നെ രോഗബാധിതനാക്കുക ചെയ്യുന്നത്. നമ്മൾ അപ്പോഴും നമ്മൾ പറയുന്ന വാക്കുണ്ട്, എന്നോട് അയാൾ ചെയ്ത ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാണെങ്കിൽ നിങ്ങൾ അത് പുറത്തു കൊടുക്കാൻ തയ്യാറാവില്ല. പുറത്തു കൊടുക്കാനാണെങ്കിൽ ഇപ്പൊ സാമ്പത്തികമാണ്, പൈസ കടം വാങ്ങിച്ച പൈസയാണ്, അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള പൈസയാണ്. അത് വിട്ടുകൊടുക്കണം എന്നല്ല പറഞ്ഞത്. അതിൻ്റെ ഒരു ഇമോഷൻസ് ഉണ്ട്, അതിനൊരു വികാരമുണ്ട്, അതിനോടുള്ള നമ്മുടെ ഒരു മാനസികമായ ഒരു പ്രതികരണം. ആ ഒരു ഇമോഷൻ നമ്മൾ കളഞ്ഞേക്കണം. ഇങ്ങോട്ട് ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ടില്ലേ, എത്ര കാലം ഇത് ബാക്കിയാകും എന്നുള്ളതിന്റെ ഒരു തെളിവ് കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവത്തിന് 60 വയസ്സോ 50 വയസ്സോ 60 വയസ്സോ ആയപ്പോ തിരിച്ച് അടിച്ചിട്ട് പകരം വീട്ടിൽ സംഭവം അടുത്ത വാർത്തകൾ വായിച്ചില്ലേ? ഓർമ്മയുണ്ടോ? രണ്ട് പ്രായമുള്ള ആൾക്കാർ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള സംഭവമാണ്. സ്കൂൾ പഠിക്കുമ്പോഴുള്ള കാലത്തുള്ള ഒരു സംഭവത്തിന്റെ 10, 40, 50 വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് അയാളത് തിരിച്ചു കൊടുക്കുന്നത്. ഈ 50 വർഷവും ഇയാളുടെ മനസ്സിനകത്ത് ഇത് കൊണ്ടു നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളെ കണ്ടപ്പോൾ ചോദിക്കാൻ പറ്റില്ല, ഒരുപക്ഷെ അയാൾക്ക് ഈ ശരീരത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളത് പ്രായത്തിൻ്റെതാണ്, തണുപ്പിൻ്റെതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയതാണ്, ഇങ്ങനെയാണ് ഒരു ന്യായീകരണമുണ്ട് അതങ്ങനെ കൊണ്ടുനടക്കും. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാള് സ്ത്രീ വന്നിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ അസ്വസ്ഥ വന്നപ്പോൾ ഞാൻ ഒന്ന് ബ്രീതിങ് ചെയ്തോട്ട് വന്നപ്പോൾ അത് കഴിയുന്നില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞു. അത് അപ്പുറത്തെ ശ്വാസം കിട്ടുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, പറഞ്ഞു ഉണ്ട്, അവര് അവര് എത്ര ബന്ധമുള്ള അവരുടെ ബന്ധു സഹോദരി തന്നെ കുറച്ചായിട്ട് അവരോട് ഒരു അകലം പാലിക്കുന്നു. അത് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെന്തിനെന്ന ചിന്ത ഇവരിലേക്ക് ആയിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയ അനുഭവം പറയുന്നു. അത് അവരെയാ ബാധിക്കുന്നത്. അവർക്കാണ് നിശ്വാസം നടക്കാതെ പോകുന്നത്, അവർക്കാണ് വേദന വരുന്നത്, അവർക്കാണ് ശരീരത്തിൽ അസ്വസ്ഥ വന്നത്. അവരുടെയാണ് ഷുഗർ വർദ്ധിച്ച് 500ലേക്ക് എത്തിയത്. അപ്പൊ ഈ ഷുഗറൊക്കെ ആയിട്ട് ഈ വികാരങ്ങൾക്ക് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ പഞ്ചസാര കഴിച്ചുകൊണ്ട് മാത്രമായിരിക്കില്ലേ? അല്ല എന്നാണ് സത്യം. മധുരം അതൊക്കെ അതിൻ്റെ ഒരു ഭാഗത്തുള്ള വിഷയമാണ്. അതിനപ്പുറത്ത് നമ്മുടെ ഇമോഷൻസ് അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ശാരീരികമായ ചില വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഈ പുതിയ ബേക്കറി ഫുഡുകൾക്കും ജങ്ക് ഫുഡുകൾക്കും അതേപോലെ തന്നെ ഇത്തരം പാനീയങ്ങൾക്കൊക്കെ പങ്കുണ്ട്. അതിനപ്പുറത്തേക്ക്
അത് വേണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ വളരെ ടെൻസ്ഡായ സ്ട്രെസ്സായ അങ്ങേയറ്റം ടെൻഷൻ അനുഭവിക്കുന്ന ദിവസം നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യണം. ഞെട്ടിപ്പോവും. അത്രയും കൂടുതൽ, അത്രയും വർദ്ധിക്കും. അപ്പോ നമ്മുടെ ശരീരം അത് രോഗാതുരമാകാതിരിക്കാൻ നമ്മുടെ മനസ്സെപ്പോഴും ക്ലിയർ ആയിരിക്കണം. അതിനകത്ത് നിന്ന് ദേഷ്യവും വെറുപ്പും ഒക്കെ കളയാൻ കഴിയണം നമുക്ക്. അതിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള പകയും ദേഷ്യവും ഒഴിവാക്കാൻ കഴിയണം നമുക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, വെറുപ്പ്, ദേഷ്യം, നീരസം, കുറ്റബോധം, ഇതൊക്കെയും നമ്മെ വല്ലാതെ ബാധിക്കുന്ന, നമുക്ക് രോഗങ്ങൾ സമ്മാനിക്കുന്ന വിവിധ നെഗറ്റീവായ വികാരങ്ങളാണ്. അത് ഏറ്റവും പ്രധാനമാണ് ഈ ദേഷ്യം. ദേഷ്യം ശരിക്കും ഇംഗ്ലീഷിലെ ആങ്കർ എന്നാണ് പറയാം. ഇംഗ്ലീഷിൽ വേറൊരു ആങ്കർ ഉണ്ട്, NCHOR, നങ്കൂരം എന്നാണ് അർത്ഥം. അറിയാലോ? ഒരു നങ്കൂരം പോലെ മനസ്സിലൂടെ കുഴപ്പി നിൽക്കുക സാധനം, നമ്മൾ കുട്ടികളെ അത്രത്തോളം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമുക്കൊരു അസുഖം വരും. അപ്പം വിട്ടുകൊടുക്കുക, മാപ്പ് കൊടുക്കുക, പുറത്തു കൊടുക്കുക എന്നതിന് ഏറ്റവും പ്രധാനം. ലൂയിസെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരാൾ ദേഷ്യമുണ്ട്, വിട്ടുകൊടുക്കാൻ പറ്റാത്ത, പുറത്തു കൊടുക്കാൻ പറ്റാത്ത ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്, അത് തടയിനെടുത്ത് വെക്കും, കരയണം. എന്നിട്ട് ആ ആളുടെ ദേഷ്യം അതിലേക്ക് ഇട്ടിച്ച് തീർക്കും ഞാൻ. മാസങ്ങൾക്ക് മുമ്പ് ഒരു 19 വയസ്സുള്ള ഒരു ചെറു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് അനുഭവിക്കുന്നില്ല. എന്നെ നിർബന്ധമായൊന്നും കാണുന്നില്ല. ഞാൻ സമയം പറഞ്ഞു, കണ്ടപ്പോൾ മനസ്സിലായത് അവനോട് അവൻ്റെ ഒരു കൂട്ടുകാരൻ മോശമായി പെരുമാറിയ ഒരു അനുഭവം ഇതിലേക്കുണ്ട്. ആ കൂട്ടുകാരൻ നാട്ടിലില്ല, ഗൾഫിലാണ് ഇപ്പോൾ. ഗൾഫിൽ പുറത്തെവിടെയുള്ളത്. തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നാൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ്. അത്രയും അവനോട് കാണിച്ച കുഞ്ഞായിരിക്കുമ്പോൾ കാണിച്ച എന്തോ ഒരു മോശമായ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അവൻ അത്രയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനവനെ സംസാരിച്ചു. ഫോർഗീവ് ചെയ്യാനുള്ള തെറപ്പിയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവൻ ആകെ ഇളകി മറിഞ്ഞു. ആ ഒരു തലയണയും ഒരു ബെഡും ഇടിച്ചിട്ട് ഉള്ളിൽ അതിങ്ങനെ ഇടിച്ചോണ്ടിരിക്കുകയാണ് അവൻ. ഇടിച്ച് അവൻ തളർന്ന് വീഴുന്നുണ്ട്, തളർന്ന് അവൻ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റപ്പോ ഫുൾ കൂളാണ്, കാമാണ്. എന്തായി നല്ലൊരു ആശ്വാസം തോന്നുന്നു. അതിനുശേഷം ഞാൻ മറ്റവനെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് മൈൻഡിലേക്ക് ഇമേജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മാപ്പ് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി അത് ക്ലിയറായി. പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും ബേസ് ഇത്തരത്തിൽ ഓർക്കാതെ ബാക്കിയാകുന്ന അനുഭവം കൂടിയാണ്. മാനസികമായി ശാരീരികമായി നമുക്ക് അപകടം ചെയ്യുന്നുള്ളതിന് ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ നമ്മളോടുള്ള പകയെ, നമുക്കകത്തുള്ള പകയെ, ദേഷ്യത്തെ വിട്ടുകൊടുക്കുക, മാപ്പ് കൊടുക്കുക എന്നുള്ളത്
നമ്മൾ ചെയ്യേണ്ടുന്ന, നമ്മളോട് തന്നെ ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളെ എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കാം.